പാലക്കാട് കുന്നത്തൂർ മേട്ടിൽ ആന ഇടഞ്ഞു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള എഴുന്നള്ളത്തിനിടെയാണ് ആന ഇടഞ്ഞത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ പറയൂ. അല്പസമയം മുമ്പാണ് പാലക്കാട് കുന്നത്തൂർ മേട് ഭാഗത്ത് വെച്ച് ആന ഇടഞ്ഞിരിക്കുന്നത്. ബാലമുരളി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് നടത്തുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുന്നത്തൂർ മേടിലുള്ള ബാലമുരളി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുമാണ് എഴുന്നള്ളത്ത് ആരംഭിച്ചത്. ആ എഴുന്നള്ളത്ത് കൽമണ്ഡപം വഴി ചുറ്റി പിന്നീട് ദയാ ഹോസ്പിറ്റലിന് സമീപത്തേക്ക് ആനകൾ, ഒരു 9 ആനകൾ ഉണ്ടായിരുന്നു. ആ 9 ആനകളുമായിട്ട് എഴുന്നള്ളത്ത് എത്തിയ സമയത്താണ് അതിലെ ഒരു ആന പെട്ടെന്ന് ഇടയുന്ന സാഹചര്യം ഉണ്ടായത്. ആന ഇടഞ്ഞതോടുകൂടെ നേരെ തൊട്ടടുത്തുള്ള ഒരു വീടിൻ്റെ പറമ്പിലേക്ക് കയറി നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ എഴുന്നള്ളത്തിൽ ആനയുടെ പുറത്തുണ്ടായിരുന്ന 3 പേർ, ആ 3 പേരും അവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിനുള്ളിലാണ് ആന കയറി നിൽക്കുന്നത്. ഏതായാലും നാട്ടുകാരാകെ പരിഭ്രാന്തിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആർക്കും പരിക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇതിനെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ 3 പേരും, ആനപ്പുറത്തിരിക്കുന്ന 3 പേരും അതിൽ തന്നെ ഇരിക്കുകയാണ്. ചുറ്റും ആൾക്കാരുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യം എന്താണ്? നിലവിൽ ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ പാപ്പാന് കൈക്കൊരു ാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്നാൽ ഇത്തരത്തിൽ തളയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വീട്ടുടമസ്ഥരുടെ ഏരിയയാണ്. എന്താ സംഭവിച്ചത്? അതായത് മൂപ്പർക്ക് ഏറെ കമ്മിയാണ്. ഈ ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള ആനകൾ വരികയായിരുന്നു. ആനകൾ വരുന്ന സമയത്ത് ഗേറ്റ് എപ്പോഴും അടച്ചു വരുന്നത്. ഇന്നെന്താ തുറന്നിട്ടു, പയ്യൻ വരുന്നത്. അപ്പോൾ എല്ലാതും പോയി ഈ ആനമാതങ്ങളുടെ ഉള്ളിലേക്ക് പാപ്പന് തട്ടും തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഗേറ്റ് എപ്പോഴും അടച്ചിരുന്ന ഗേറ്റായിരുന്നു. ഇന്ന് തുറന്നു വെച്ചു. പക്ഷെ പേടിച്ചു എന്ന് പറഞ്ഞാൽ പേടിച്ചു. വീട്ടുകാരുടെ പ്രതികരണമാണ്. ആന പെട്ടെന്ന് വന്ന് ഈ വീടിനകത്തേക്ക് കയറുകയായിരുന്നു എന്നുള്ളതാണ്. കുന്നത്തൂർമേട് പ്രധാന പാതയാണ്. ആ പ്രധാന പാതയ്ക്ക് അരികിൽ വെച്ചാണ് ഇത്തരത്തിൽ ആന പെട്ടെന്ന് തന്നെ ഈ വീടിനകത്തേക്ക് കയറി വന്നിരിക്കുന്നത്. നിലവിൽ ഏതായാലും ആ 3 പേർ ആനപ്പുറത്ത് തന്നെ ഉണ്ട്. ഈ പാപ്പാനെ മറ്റും എത്തിയതിനു ശേഷം മാത്രമേ അവരെ താഴേക്ക് ഇറക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണുള്ളത്. ഏതായാലും പോലീസും എലിഫന്റ് സ്ക്വാഡും ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ആന മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഉടൻ തന്നെ അതിനെ ശാന്തനാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എലിഫന്റ് സ്ക്വാഡിൻ്റെയും മറ്റും ആളുകൾ പറയുന്നത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതും അവർ പറയുന്നുണ്ട്. ഏതായാലും എലിഫന്റ് സ്ക്വാഡിന്റെ അധികൃതർ കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരോട് കൂടെ നമുക്ക് ചോദിക്കാം എന്താണ് നിലവിലെ സ്ഥിതി. ഈ ആന ഇപ്പം എന്താണ് ഒരു ആനയുടെ കൊടുക്കാനുള്ള ഒരു പാപ്പാനുണ്ടായിരുന്നു. ആ ചട്ടം കൊടുക്കാനുള്ള പാപ്പാനെ ആന തട്ടിയത് കൊണ്ട് നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ വേറൊരു ചട്ടക്കാരൻ വരുന്നുണ്ട്. വന്ന ഉടനെ നമുക്ക് ആ മുകളിലുള്ള ആൾക്കാരെ നമുക്ക് ഇറക്കാൻ സാധിക്കും. അല്ലാതെ വേറെ പ്രശ്നം, ഇപ്പോൾ ആന വളരെയധികം ശാന്തനാണ്. അതുകൊണ്ട് നമ്മൾ ഇളക്കാതിരിക്കുകയാണ്. ആന വന്ന ഉടനെ നമുക്ക്, പാപ്പൻ വന്ന ഉടനെ നമുക്ക് ആൾക്കാരെ താഴെ ഇറക്കാൻ സാധിക്കും ചട്ടം കൊടുത്തിട്ട്. പെട്ടെന്ന് 9 ആനകളുടെ ഇടയിൽ വെച്ച് പെട്ടെന്ന് ഇതാവുമോ? അതെ, 9 ആനകളിൽ വെച്ച് ഇടയിൽ ഉണ്ടായതാണ്. യാതൊരു പ്രശ്നവുമില്ല. അതുതന്നെയാണ്. ഇപ്പോൾ ആനയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശാന്തനായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ആ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് ആന ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ചട്ടക്കാരനെയാണ് തട്ടിയത്. ആ ചട്ടക്കാരനെ തട്ടിയത് കൊണ്ട് തന്നെ ആന ഇത്തരത്തിൽ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ചട്ടക്കാരൻ, അടുത്തൊരു ചട്ടക്കാരൻ വരാനുണ്ട്. ആ ഒരു ചട്ടക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. അടുത്ത ചട്ടക്കാരൻ കൂടി വരുന്ന മുറയ്ക്ക് മാത്രമേ ആനയെ ശാന്തനാക്കി ഇത്തരത്തിൽ ൊക്കെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതിന് ശാന്തരാക്കി ആന പുറത്തുള്ള ആളുകളെ താഴെ ഇറക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എലിഫന്റ് സ്ക്വാഡ് അധികൃതരും മറ്റും പറയുന്നത്. നിലവിൽ ഏതായാലും ഈ ആന ഇപ്പോഴും ആ വീടിൻ്റെ പുറകിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശരി അരുൺ, എന്തായാലും ആന ഇപ്പോൾ നിലവിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ശാന്തനായി തന്നെ തുടരുകയാണ്. ആനയുടെ ചട്ടക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇനി മറ്റൊരു ആനപ്പാപ്പാൻ വന്നെത്തിക്കഴിഞ്ഞാൽ ആനയെ തളയ്ക്കാൻ കഴിയും എന്ന് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആന ശാന്തനായി തന്നെ ആ വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.